മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഹാർദിക് പാണ്ഡ്യയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും സെലക്ടർമാരുടെ മുൻ ചെയർമാനുമായ കെ ശ്രീകാന്ത് T20 ലോകകപ്പ് ജേതാവായ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ IPL 2026 സീസണിലേക്ക് മുംബൈ ഇന്ത്യൻസിന് നായകനായി ഹാർദിക്കിന് പകരം നിയമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യ സീസണിൽ തന്നെ ബംഗ്ലാദേശ് സ്റ്റേഡിയത്തിലെ ഹോം കാണികളിൽ ചിലർ ഹാർദിക്കിനെ കൂകി വിളിച്ചു. ടീമിനുള്ളിലെ നേതൃത്വപരമായ തർക്കങ്ങൾ പരിഹരിക്കാൻ സൂര്യകുമാർ നായകസ്ഥാനം ഏറ്റെടുക്കുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ശ്രീകാന്ത് ഈ അഭിപ്രായം പങ്കുവച്ചത്. ലോകകപ്പ് നേടി ആവേശത്തിൽ നിൽക്കുന്ന സൂര്യകുമാർ യാദവാണ് നിലവിലെ മുംബൈയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതൊരു വിചിത്രമായ സാഹചര്യമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ലോകകപ്പ് നേടിയത്. ഹാർദിക് പാണ്ഡ്യ മികച്ച കളിക്കാരനും ക്യാപ്റ്റനുമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ മുംബൈ ഇന്ത്യൻസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹാർദിക് തന്നെ മുന്നോട്ട് വന്ന് ഞാൻ മാറി നിൽക്കാം, സൂര്യ നയിക്കട്ടെ എന്ന് പറയണം. സൂര്യകുമാർ ഇപ്പോൾ വിജയവഴിയിലാണ്, ശ്രീകാന്ത് പറഞ്ഞു. ടീം മാനേജ്മെന്റും ഉടമകളും രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ എന്നിവരുമായി ചർച്ച നടത്തി ഈ വർഷം സൂര്യകുമാറിനെ ക്യാപ്റ്റനാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2024 ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചെത്തിയ ഹാർദിക് പാണ്ഡ്യ രോഹിത്തിന് പകരമായാണ് നായകസ്ഥാനം ഏറ്റെടുത്തത്. ഇത് ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു.